പള്ളി പൊളിച്ച് ബാബറി മസ്ജിദ് പൊളിച്ച സമയത്ത് പോലുള്ള ആക്രോശം നമ്മളിപ്പോൾ നേരിട്ട് കാണുകയാണ്. നേരത്തെ ജിമ്മി പറഞ്ഞ ഒരു കാര്യം ശരിയാണ്, എല്ലാ ആക്രോശങ്ങളും നമ്മൾ കാണുന്നില്ല. കാണുന്ന ആക്രോശങ്ങൾ നമ്മളെ ഭയപ്പെടുത്തുന്നുണ്ട്. ഇന്നത്തെ ആക്രോശം അതാദ്യം ഭീഷണിയായി, പിന്നീട് ആഹ്ലാദ പ്രകടനമായി. അത് തുടരും. ഛത്തീസ്ഗഡ് സർക്കാർ ഏതറ്റം വരെയും പോകും എന്നാണ് പറയുന്നത്. കന്യാസ്ത്രീകളെ പുറത്തിറക്കാതിരിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നാണ് പറയുന്നത്. അവിടെ ഈ വിഷയം ഇത്തരത്തിൽ ഗൗരവത്തിൽ നിൽക്കുമ്പോൾ ചില വൈദികരെങ്കിലും ഇപ്പോൾ അന്ന് കോൺഗ്രസ് ചെയ്തല്ലോ, അന്ന് മറ്റേ പാർട്ടി ചെയ്തല്ലോ, ഇന്ന് ശിവൻകുട്ടി ഇന്നലെ എങ്ങനെ പറഞ്ഞല്ലോ എന്ന് പ്രതികരിക്കുന്നതിൽ നിങ്ങൾക്ക് ലജ്ജ തോന്നണമെന്നാണ് ഞാൻ പറയുക. കാരണം ഇപ്പോൾ വിഷയം എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായി പൊള്ളേണ്ട സമയമാണ്. ഇപ്പോൾ നിങ്ങൾ ഒരുമിച്ച് നിന്നാൽ നിങ്ങൾക്ക് നേട്ടമുണ്ടാക്കാനല്ല, നീതി നടപ്പാക്കാനാകും. ഈ സമയത്ത് മറ്റ് വിഷയങ്ങളാണോ പ്രതികരിക്കേണ്ടത്? BJP എടുക്കുന്ന പൊതു നിലപാടിനോട് നിങ്ങളുടെ സമീപനം എന്താണ്? അതാണ് നേരത്തെ ശ്രീ ആൻഡ്രു പറഞ്ഞ കാര്യം. എന്ത് രാഷ്ട്രീയം നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു? നിങ്ങൾ എന്താണ് ഭാവിയിൽ ചെയ്യാൻ പോകുന്നത്? അതാണ് ആലോചിക്കേണ്ടത്. ഇന്നത്തെ നേട്ടം ആലോചിച്ചാൽ നിങ്ങളുടെ 18% ഇപ്പോൾ വരെയുണ്ടാകും. അതിൻ്റെ വില കുറച്ചു കഴിഞ്ഞാൽ മാറുകയും ചെയ്യും. ഇപ്പോൾ പറയുന്ന 2.3%-ലാണ് ദേശീയ തലത്തിൽ BJP എടുക്കുന്ന നിലപാട്. ആ നിലപാട് അവിടെ വിജയിക്കുകയും ചെയ്യും. ഇവിടുത്തെ BJPക്ക് കരഞ്ഞ് തിരിച്ചു വരാനേ പറ്റൂ. അവരുടെ വലിയ അജണ്ട തദ്ദേശ തെരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന അജണ്ടക്കേറ്റ തിരിച്ചടിയിലാണ് അവർ ഇങ്ങനെ പൊളയുന്നത്. അതുകൊണ്ട് BJPക്ക് ഇരട്ടത്താപ്പാണെന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്.